ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നല്ല ചൂടല്ലേ? ഈ സമയത്ത് നമുക്ക് ശരീരവും മനസ്സും എല്ലാം കുളിർപ്പിക്കാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ചൈനീസ് ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായി കാണുന്ന ഒന്നാണ്. ആൾ കുഞ്ഞനാണെന്നൊന്നും വിചാരിക്കേണ്ട. അതിൽ ധാരാളം ജ്യൂസുണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. പിന്നെ ഒരു കുഴപ്പം, ചെറിയതായതുകൊണ്ട് നമ്മുടെ കൈകളൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ ഇതിനകത്ത് വളരെയധികം സീഡ്സും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കാണുമ്പോൾ ഒരു ലുക്കിനൊക്കെ വേണ്ടി നമ്മളൊന്ന് അരിച്ചെടുത്താൽ നന്നായിരിക്കും. ചെറിയ ഓറഞ്ചാണെന്ന് വിചാരിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കണ്ട. നല്ലതായിട്ട് ജ്യൂസുണ്ട്, നല്ല ടേസ്റ്റാണ്. ഈ ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ ഇതിന് വലിയ ടേസ്റ്റില്ല, നല്ല പുളിയാണ്. എന്നാൽ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന ചില സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉണ്ടാക്കി പലർക്കും കൊടുത്തിട്ട് അവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഇടുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ അല്പം മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാരയും രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പുമാണ്. രണ്ടും ആ പരുവത്തിൽ നിൽക്കുന്നതാണ് നല്ലത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം, ഉപ്പിൻ്റെ ടേസ്റ്റാണ് കൂടുതലെങ്കിൽ അതും ഇടാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് മിൻറ്റ് ലീവ്സാണ്, പുതിനയില്ല. ഇത് നമുക്കൊരു ബൗളിലിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മാഷ് ചെയ്യാം. നന്നായി മാഷ് ചെയ്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. കാരണം നമ്മൾ വെറുതെ ഒരു ലീഫ് ഇട്ടാൽ പോലും അതിൻ്റെ ഒരു രുചി വരും. അപ്പോൾ നമ്മളൊന്ന് മാഷ് ചെയ്തിടുമ്പം അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടും. കുഞ്ഞൻ ജ്യൂസല്ലേ, പെട്ടെന്നുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് ആ രുചിയൊക്കെ നന്നായി ഒന്ന് ആസ്വദിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇനി അല്പം നന്നായി മാഷ് ചെയ്തതിന് ശേഷം അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി, എവിടെയെങ്കിലും സൈഡിലൊക്കെ ലീവ്സൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ ആ ടേസ്റ്റും ഒക്കെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. എന്നിട്ട് നമുക്കതിനെ അരിച്ച് നമ്മൾ നേരത്തെ ജ്യൂസ് ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ മല്ലിയിലയുടെ തണ്ടിൽ, പുതിനയില തണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ രുചി ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് കസ്കസാണ്. കസ്കസ് വെറുതെ വെള്ളത്തിലിടുന്നതിനേക്കാൾ നല്ലത് അല്പം പഞ്ചസാര കൂടി ഇടുന്നതാണ് കേട്ടോ. അല്പം പഞ്ചസാര കൂടി ഇട്ട് ഇളക്കി വെച്ച് അത് നന്നായി വീർത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ചേർക്കണ്ട, നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് ചേർത്താൽ മതി. വീണ്ടും അത് നന്നായി വീർത്ത് വരട്ടെ. പഞ്ചസാര നമ്മളിട്ടത് അതിനോട് ചേരട്ടെ. വീണ്ടും നമുക്ക് ആവശ്യമുള്ള മറ്റൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ടാങ്. ഈ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ലെമൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടാങ്ങാണ്. ടാങ് ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ടാങ് ഒന്നും വേണ്ട. ഒരു ചെറിയ സ്പൂൺ, വളരെ ചെറിയൊരു സ്പൂൺ ടാങ് മാത്രം മതിയാകും. അത് നമ്മളെ മിക്സിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അല്പം വെള്ളവും കൂടെ ചേർക്കുക. പഞ്ചസാരയും ജ്യൂസും ടാങ്ങും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. കാരണം അവസാനത്തെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുതിർത്ത് പൊന്തി വന്ന നമ്മുടെ കസ്കസും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കസ്കസ് ഏത് പാത്രത്തിലെടുത്താലും നിങ്ങൾക്കറിയാലോ, അത് അവിടെ എല്ലാം പറ്റി പിടിച്ചിരിക്കും. ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കസ്കസിനെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങാ വെള്ളം എടുക്കുമ്പോൾ അതിനകത്ത് കസ്കസ് ഇട്ടാൽ തന്നെ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ, കുടിക്കാൻ അതിലേറെ രുചിയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ കുഞ്ഞൻ ഇൻഗ്രീഡിയൻറ്റിനെ ചേർത്ത് നല്ല ടേസ്റ്റി ആക്കി എടുക്കാം. നമ്മുടെ ഗ്ലാസ് എടുത്ത് വയ്ക്കാം. അതിനകത്തേക്ക് 2 or 3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ തണുപ്പിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം തണുത്തതാണ് ഇഷ്ടം എന്ന് നോക്കി തന്നെ ഇടാം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസ് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ ഇളകിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഒരു പ്രയാസവും ഇല്ല.
ഇതെല്ലാം തന്നെ നമ്മുടെ വീടുകളിലുള്ള ഐറ്റംസാണ്. പിന്നെ വീടുകളിലില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. അതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഡ്രിങ്കിൻ്റെ ഓവറോളായിട്ടുള്ള രുചിയും ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സോഡ വളരെ സാവധാനം തുറക്കുക. എൻ്റെ ഫിസ്സൊന്നും ഒട്ടും നഷ്ടപ്പെട്ടു പോകണ്ട. സോഡ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. സോഡ ഒഴിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അത് നിറഞ്ഞ് തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടി വളരെ സാവകാശം ചേർത്ത് കൊടുക്കുക. എനിക്കിങ്ങനെ ഈ സോഡ ഇങ്ങനെ ജ്യൂസിനകത്ത് ഒഴിച്ചിങ്ങനെ പൊന്തി വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അരിച്ചാണ് എടുത്തത് എങ്കിൽ പോലും ചെറിയ മിൻറ്റ് ലീവ്സിൻ്റെ തരികളൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇനി നമുക്ക് കഴിഞ്ഞു. ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഒരു ലെമണിൻ്റെ പീസും 2 പുതിനയിലയും കൂട്ടത്തിലൊന്ന് ചേർത്ത് വെച്ചത് ഭംഗിയാക്കാം. ഇതാ കഴിഞ്ഞു. നമുക്ക് പോയി ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി കൊണ്ടുവരാം. എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രിങ്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഒരിക്കലൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയാൻ മറക്കല്ലേ. ഓക്കേ.